നമസ്കാരം. ഭഗവാന് എന്തിനാ പാറാവ് എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. നിഷ്കളങ്കത നിറഞ്ഞ ആ ചോദ്യത്തിനു പിന്നിൽ കാപട്യമില്ല എന്നറിയാമായിരുന്ന കേരളത്തിലെ വിശ്വാസി സമൂഹം ആ പ്രസ്താവനയിൽ പരിഭവം കാട്ടിയില്ല. എന്തും ഏതും നർമ്മത്തിൽ പൊതിഞ്ഞ് പറയാൻ അവകാശമുണ്ടായിരുന്ന സാധാരണക്കാരനായ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് അത് പറഞ്ഞത് എന്നതായിരുന്നു കാരണം. ആരെയും അടുത്തു നിർത്തിയിരുന്ന, ഏതു സാധാരണക്കാരൻ്റെയും വാക്കിന് കാതോർത്തിരുന്ന ഒരാൾ. എന്നാൽ നാളേറെ കടന്ന് തുടർച്ചയായ രണ്ടാം ഭരണത്തിലെത്തി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് ആണയിടുമ്പോൾ ആ പറയുന്നതിൽ കാപട്യം കാണാതിരിക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ആകുന്നില്ല. അവിശ്വാസികളെന്ന് അവകാശപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ വിശ്വാസം അർപ്പിച്ച് 1957 ബാലറ്റിലൂടെ ഭരണമേൽപ്പിച്ചവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദൈവവിശ്വാസികൾ. കലവറയില്ലാത്ത പിന്തുണയായിരുന്നു ഹിന്ദു മതവിശ്വാസികളിൽ നിന്ന് ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും പിന്നീട് പലപ്പോഴായി വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കും ലഭിച്ചിരുന്നത്. എന്നാൽ തനിനിറം പുറത്തെടുത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വന്തം ചെയ്തികൾ കാരണം പതിയെ പതിയെ ഹിന്ദു വോട്ടുകൾ കൈമോശം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അയ്യപ്പ സംഗമത്തിലേക്ക് നയിച്ചതും അതുതന്നെയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പടുത്തുയർത്തിയ വനിതാ മതിലിനിടയിലൂടെ ഒഴുകിപ്പോയ ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള തടയണയായിരുന്നു സെപ്റ്റംബർ 20 പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം. ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്താപ വിവശരായി അയ്യപ്പന്റെ പാതാരബിന്ദങ്ങളിൽ കുമ്പിട്ടു നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ചിന്തിച്ച ഭക്തരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴിതാ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന സ്വർണ്ണ പാളി വിവാദവും. ദൈവത്തിനെന്തിനാ പാറാവ് എന്ന് ചോദിച്ച ആ കാലത്തു നിന്ന് നാം ഏറെ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖജുരാഹോയിൽ തലയില്ലാതെ നിൽക്കുന്ന വിഷ്ണു ഭഗവാന്റെ തല പുനർനിർമ്മിക്കാനുള്ള ഉത്തരവ് നൽകണമെന്ന് അപേക്ഷിച്ച് ആർക്കിയോളജി വകുപ്പിന്റെ പല വാതിലുകളും മുട്ടി ക്ഷീണിച്ച് അവശനായി സുപ്രീം കോടതിയിലെത്തിയ ആളോട് സ്വന്തം തല സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഭഗവാന് കഴിയില്ലേ എന്ന ചോദ്യമുയർത്തുന്ന കോടതി കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് വരാം. ആഗോള അയ്യപ്പ സംഗമം എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മറ്റൊരു സുഖുപ്പീര് തന്ത്രം മാത്രം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള മറ്റൊരു അടവു നയം. അതിനിടയിലാണ് അശനിവാദം പോലെ സ്വർണ്ണപ്പാളി വിവാദം. ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ തരമില്ല. ഭാഗ്യം സിദ്ധിച്ചവരാണ് പിണറായി വിജയൻ. ശബരിമല നടന്നു കയറാനും ഗുരുവായൂർ കണ്ണനെ പുറത്തുനിന്നാണെങ്കിൽ കൂടി ദർശിക്കാനും ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയിരിക്കാനും തുടർച്ചയായി രണ്ടാം വട്ടവും ഭരണം ലഭിക്കുന്ന മുഖ്യമന്ത്രിയാകാനും പാർട്ടിക്കുള്ളിലെ എതിർസ്വരങ്ങളെ ഒന്നൊഴിയാതെ പിഴുതെറിയാനും കഴിഞ്ഞ ആളാണ് അദ്ദേഹം. പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള യന്ത്രം പാർട്ടിക്കുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ എത്തി നിൽക്കുന്ന ഒരാൾ ഉള്ളുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള യന്ത്രം ഇനിയും പാർട്ടി വികസിപ്പിച്ച് എടുത്തിട്ടില്ല. വികസിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ പല ദേവസ്വം മന്ത്രിമാരും സഖാക്കന്മാരും ശബരിമലയുടെ 7 അയലത്ത് പോലും എത്തില്ലായിരുന്നു. കൂടുതൽ സുഖിപ്പിക്കാൻ നോട്ടമിട്ട് നടത്തിയ അയ്യപ്പ സംഗമം പക്ഷേ ചീറ്റി. പോരെങ്കിൽ തിരിഞ്ഞു കൊത്തുമോ എന്ന ഭയം. പൊതു ഖജനാവിൽ നിന്ന് ഒരു ചില്ലി പൈസ പോലും ചെലവഴിക്കില്ല എന്ന് പറഞ്ഞ ശേഷം ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് 3 കോടിയോളം രൂപ അയ്യപ്പ സംഗമത്തിനായി നൽകി എന്ന വാർത്ത കേട്ടിട്ടും മലയാളി ഞെട്ടിയില്ല. അവർക്ക് ഇതൊക്കെ എന്നേ ശീലമായി കഴിഞ്ഞിരിക്കുന്നു. വലതും വെണ്ടിയാൽ എല്ലാം ശരിയാക്കി കളഞ്ഞാലോ എന്ന ഭയമാണ് ജനത്തിന്. സഹിക്കുന്നതിന് ദൈവങ്ങൾക്കുമില്ലേ ഒരു പരിധി? സ്വർണം പൂശിയതാണോ സ്വർണ്ണപ്പാളിയാണോ എന്ന് പോലും വ്യക്തമാക്കാതെ സർക്കാരും ദേവസ്വം ബോർഡും ഉരുണ്ടു കളിക്കുന്നു. അവർക്ക് അത് പതിവ് ശീലം. അയ്യപ്പൻ്റെ സ്വർണം കെട്ടാൽ അയ്യപ്പ കോപം കിട്ടും, പാപം കിട്ടും, അനുഭവിക്കും എന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് കടമ നിറവേറ്റി പ്രതിഷേധം ചുരുക്കുകയാണ് പ്രതിപക്ഷം. അല്ലെങ്കിലും മേലനങ്ങി എന്തെങ്കിലും പണിയെടുക്കുന്ന ശീലം ഇവർക്കില്ലല്ലോ. യുവതീ പ്രവേശന സമരകാലത്തും അതുതന്നെയല്ലേ കണ്ടത്? അടി മുഴുവൻ കൊണ്ടത് BJP, സീറ്റുകൾ UDF. നായന്മാരുടെയും ഈഴവരുടെയും മനസ്സുകളുടെ കുത്തകപ്പാട്ട അവകാശം ലേലത്തിൽ പിടിച്ചു എന്ന് അവകാശപ്പെടുന്ന ചങ്ങനാശ്ശേരിക്കാരനും പിന്നെ കണിച്ചുകുളങ്ങരക്കാരനും. ഇവർ പൊട്ടിക്കുന്ന ഉണ്ടയില്ലാ വെടികളുടെ ഒച്ച കേട്ട് പേടി അഭിനയിക്കുന്ന സർക്കാരും പാർട്ടി പ്രതിനിധികളെ ആശ്രമങ്ങളിലും പള്ളി അരമനകളിലും ജ്യോത്സ്യന്മാരുടെ വീടുകളിലും പോലും എത്തിച്ച് മൂന്നാം ഭരണത്തിനായുള്ള കോപ്പ് കൂട്ടുകയാണ് ഇവർ.
മറവി രോഗം ബാധിച്ചവരാണ് ഹിന്ദു മതത്തിലെ വിശ്വാസി സമൂഹം എന്നത് CPMന് കൂടുതൽ പ്രതീക്ഷയും നൽകുന്നുണ്ട്. സമുദായ നേതാക്കന്മാരുടെ കണ്ണുരുട്ടൽ കണ്ട് പേടിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനി സമുദായ അംഗങ്ങൾക്കാണ്. അതിന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. അധികാരത്തിന്റെ ഇടനാഴികളിൽ അവതാരങ്ങളെ വളരാൻ അനുവദിക്കില്ല എന്ന ഇന്നത്തെ മുഖ്യന്റെ പ്രഖ്യാപനം കേട്ട് കൈയടിച്ച് കൈക്കുഴ ഒടിഞ്ഞ പലരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആ മുഖ്യനെ വെല്ലുവിളിച്ച് കിളിമാനൂർക്കാരനായ മറ്റൊരു അവതാരം സർവ്വമാനുവലുകളും തെറ്റിച്ച് ശബരിമലയിൽ അഴിഞ്ഞാടിയ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോറ്റിയാണ് പോലും പോറ്റി. ഇവന്മാരെയൊക്കെ പോറ്റി വളർത്തുന്ന മറ്റു ചിലരുണ്ട്. അവർ ഇപ്പോഴും കാണാമറയത്തു തന്നെ. ഹിന്ദു ദേവാലയങ്ങൾക്ക് മാത്രമായുള്ള ദേവസ്വം ബോർഡ് എന്തിന് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും. പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് അവിശ്വാസികളെ നോക്കി ചിലർക്കെങ്കിലും പറയാൻ കഴിയുന്നത് തന്നെ മഹാകാര്യം. ഹിന്ദു ദൈവങ്ങൾക്ക് ഒരു ദൗർബല്യമുണ്ട്. കാല് പിടിച്ച് കരഞ്ഞാൽ വീട് പോകും, ഹൃദയമലിയും. ശത്രുവിന് പോലും അവരാഗ്രഹിക്കുന്ന വരം നൽകും. ദൈവങ്ങളുടെ ഈ ബലഹീനതയിലും പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മയിലുമാണ് സർക്കാരിന്റെ വിശ്വാസവും ഐശ്വര്യവും. ഒരു വനിത ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ തകർക്കാവുന്നതേ ഉള്ളൂ അധികാരത്തിന്റെ കോട്ടകുത്തളങ്ങൾ എന്ന് കേരളം പലതവണ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു പുരുഷാവതാരം. ആ പോറ്റിക്കുട്ടൻ സർവഭക്തരെയും കൊഞ്ഞണം കുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ കച്ചവടത്തിൽ അയാൾ ഒറ്റയ്ക്കല്ല. പക്ഷെ ഒന്ന് അദ്ദേഹം വീണ്ടും തെളിച്ചു. അധികാരത്തിന്റെ തലപ്പത്തിരിക്കുന്ന IASകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരിൽ പലർക്കും നാം സാധാരണക്കാരിലും താഴെയുള്ള അന്തസ്സും അഭിമാനവും ബുദ്ധിയും മാത്രമേ ഉള്ളൂ. അധികാരസ്ഥാനത്തിരിക്കുന്നവന്റെ അടങ്ങാത്ത ആർത്തിയാണ് ഇത്തരം അവതാരങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് എന്നതല്ലേ ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. ശബരിമല അയ്യപ്പ സംഗമത്തിന് തൊട്ടുമുമ്പ് മാത്രം നടത്തിയ വെളിപ്പെടുത്തൽ എന്തുകൊണ്ട് എന്നതുൾപ്പെടെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടി വരേണ്ടതുണ്ട്. അത് സംഭവിക്കാനിടയില്ല. മദ്യം വിറ്റുണ്ടാക്കിയ പൈസ ഉൾപ്പെടെ കൂട്ടിവെച്ചാണ് വിജയ് മല്യ, നമ്മുടെ ആ കണിച്ചുകൊളക്കരക്കാരന്റെ വാക്കുകൾ കടമെടുത്താൽ മല്ലയ്യ, ഭഗവത് സന്നിധിയിൽ സ്വർണ്ണപ്പാളികൾ സമർപ്പിച്ചത്. മദ്യപരുടെ കരൾ വാട്ടിയ പൈസ തനിക്ക് വേണ്ടെന്ന് അയ്യപ്പൻ തീരുമാനിച്ചതാണോ ആവും? പതിപോലെ ആരോപണ വിധേയർ പരസ്പരം ചെളി വാരി എറിയുന്ന തിരക്കിലുമാണ്. ഇവരൊക്കെ കൂടി പ്രസ്താവനാ യുദ്ധം നടത്തി നമ്മെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് തടി ഊരി കടന്നുകളയും. അതാണ് നാട്ടിൽ പതിവ്. ഉന്നതർ ഉൾപ്പെട്ടു എന്ന ചിന്ത വളർത്തുന്ന കേസുകൾ കേരളത്തിൽ ഇന്നേ വരെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടേയില്ല. ചെറുമീനുകളല്ലാതെ ഉന്നതർ ശിക്ഷിക്കപ്പെടും എന്നതിൻ്റെ ലക്ഷണങ്ങൾ കാട്ടി തുടങ്ങിയിട്ടുമില്ല. ചൂണ്ടിക്കാട്ടാൻ ഒരു ഇടമലയാർ മാത്രം. കേരളം പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് പോലും യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം ഇനിയും സൃഷ്ടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ലഭിച്ചാലും ഇല്ലെങ്കിലും ഭ്രാന്ത് പിടിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ലോകത്ത്: സ്വർണം. അതാണിപ്പോൾ ഊരാക്കൊടുക്കായിരിക്കുന്നത്. ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. അതിൻ്റെ നേതാക്കളെക്കുറിച്ച് പിണറായിക്ക് ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഡൽഹിയിലുമുണ്ട് പിടി എന്നാണ് അടക്കം പറച്ചിൽ. അതുകൊണ്ട് മൂന്നാം ഭരണം ഉറപ്പത്രേ. എന്തും സഹിക്കാൻ തയ്യാറെടുത്തിരിപ്പാണ് ഹിന്ദുക്കൾക്കിടയിലെ വിശ്വാസി സമൂഹം. വരട്ടെ, കാത്തിരുന്നു കാണാം.